ഈശ്വര രക്ഷിക്കണേ. നാരായണ 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 നാരായണ. ഇന്ന് രാവിലെ ചായക്ക് എന്താണാവോ പലഹാരം? ദോശയോ ഇഡ്ഡലിയോ? ദോശയായാൽ മതിയായിരുന്നു. രാധേ, ഇന്ന് രാവിലെ ഇഡ്ഡലിയോ ദോശയോ ചായക്ക്? ഇന്ന് രാവിലെ ഇഡ്ഡലിയും ദോശയൊന്നുമില്ല, പുട്ടും കടലയാണ്. ഓ, പുട്ടങ്ക പുട്ട്. നാരായണ 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 നാരായണ. ഓ, കൃപ കൂടിയും പടിയില്ല. എന്താ ബുദ്ധിമുട്ട്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വേണം. ഈശ്വര, ഈ മൊബൈലൊക്കെ തുറന്നാൽ എന്തൊക്കെ കാണണം. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഈ നാട് എങ്ങട്ടാ പോണേ? താൻ എന്താ അങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കണത്? ആരോടാ ഈ പറയണത്? അതിനിപ്പോൾ നമ്മുടെ നാടിനെ എന്താ പറ്റിയത്? അല്ല, ഞാൻ പറയണേ, ഈ മൊബൈൽ തുറന്ന് നോക്കിയാൽ എന്തൊക്കെയാ കാണുന്നത്. പിടിച്ചു വരും, കൊള്ള, കൊല, ബലാത്സംഗം. ഇതെവിടൊക്കെയാ പോണേ ഈ നാട്? അതിനെന്താ, കണ്ണ് കാണാനായി ആ മൊബൈൽ നോക്കിയിരിക്കും. അപ്പം മൊബൈൽ നോക്കണ്ട വെച്ചാൽ കഴിഞ്ഞില്ലേ? ഇങ്ങനെ ഓരോന്ന് നോക്കിയിരുന്നാലല്ലേ ഓരോന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുള്ളൂ. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, ഞാൻ കുളിക്കാൻ പോവാണ്. ആ മൊബൈൽ നോക്കി വാതിലും തുറന്നിട്ടുണ്ടെങ്കിൽ വല്ല കള്ളന്മാരും കയറി കൂടും. മുടിയൊക്കെ കുറേശ്ശെ വെളുത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. മറ്റന്നാ കല്യാണത്തിൻ്റെ പോണതിൻ്റെ മുന്നേ മുടി ഒന്ന് കറപ്പിക്കണം. അയ്യോ, കൃപേനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ കൃപ, അതെ, നീ ഞായറാഴ്ചയല്ലേ വരുന്നേ? ശനിയാഴ്ചയാണോ? ആ, കുഴപ്പമില്ല. ഞാൻ അച്ഛനും കൂടിയിട്ട് മറ്റന്നാ കല്യാണത്തിന് പോകട്ടോ. ഇല്ല, അമ്മ വരുന്നില്ല. അമ്മ ഇവിടെ നിൽക്കാന്നാ പറഞ്ഞത്. അത് കുഴപ്പമില്ല, നീ ശനിയാഴ്ച വന്നാൽ മതി. ശരി, ആയിക്കോട്ടെ. നോക്ക് ബൈജു, ഈ അച്ഛൻ്റെ ഒരു കാര്യം. എന്താ അച്ഛൻ്റെ പ്രശ്നം? രാവിലെ തന്നെ മൊബൈൽ നോക്കിയിരുന്നിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ നേരത്തെ എൻ്റെ കൂടെ വന്നിട്ട് വല്ല വെജിറ്റബിൾസ് നുറുക്കാനോ എന്തെങ്കിലും കൂടി നിച്ചാൽ എനിക്ക് കൃപ കൂടിയും ഇവിടെ ഇല്ലാത്ത എനിക്കൊരു ഹെൽപ്പാവില്ലേ? ഈ അച്ഛൻ്റെ ഒരു കാര്യം, അച്ഛൻ ഈടായിട്ട് നല്ലോണം ടെൻഷൻ ഉണ്ട്. ഇന്നാളും എന്നോടും കുറേ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഈ മൊബൈൽ നോക്കണം ആദ്യം നിർത്തണം. കാരണം അടുത്ത ഓരോ ന്യൂസ് കണ്ട് അച്ഛൻ വെറുതെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അത് നോക്കണ്ട, അമ്മ പോയി കുളിച്ചു. ഞാൻ കുളിച്ചോളാം. അല്ല, കൃപ എന്നാ വരണത്? കൃപ ശനിയാഴ്ച വരുന്നേ. അതെ. അമ്മേ, ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വരാട്ടോ. വാതിലൊക്കെ അടച്ചിരുന്നോട്ടോ. അമ്മ, உங்களுக்கு കുഴപ്പമൊന്നും ഇല്ലയാ? എന്നാ വീട്ടിലാക്കി തരേ. അമ്മ, അയ്യോ വലിയെടുത്തി, എന്തേ പറ്റിയത്? ഈ അമ്മ അங்கே വീണ് പോയാച്ച്. ഞാൻ അங்கே തൂക്കി വന്നേ. വളരെ നന്ദിയുണ്ട് കേട്ടോ. അമ്മ പസിക്കരുത് അമ്മ. 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. സാപ്പിടത്തേക്ക് ഏതാവത് കൊടുങ്കോ. അവിടെ കേട്ടോ. രാധേ, അതിനെന്തെങ്കിലും കൊടുക്കൂ. ഞാൻ വീണ് കിടന്നപ്പോൾ അത് മാത്രമേ എന്നെ സഹായിച്ചിട്ടുള്ളൂ, വേറെ ആരും എന്നെ സഹായിച്ചിട്ടില്ല. ശരിയ പാവം, അതിനെന്തെങ്കിലും കൊടുക്കാം. അയ്യോ, Oh.
സ്വർണ്ണുണ്ട്. ആ 2 അമ്മച്ചിമാരെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ വേഗം വരും, നിങ്ങൾ കളിച്ചിക്കട വേഗം വരും, പോലീസ് പോരും. ഞാൻ വാട്സാപ്പിൽ മൈ ലൊക്കേഷൻ ഇടേ. നിങ്ങൾ താഴേക്ക് വാ, ഞാൻ ഗേറ്റിന് അടക്കാം. അയ്യോ ഞാനിപ്പോൾ എവിടെയാ? അയ്യോ എൻ്റെ തല. അയ്യോ അയ്യോ എൻ്റെ മാല. വല്യെടുത്തി വല്യെടുത്തി. അയ്യോ വല്യെടുത്തി 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 വല്യെടുത്തി. ആ സ്ത്രീ എവിടെ പോയി? അയ്യോ എനിക്കറിയില്ല. എന്താ പ്രശ്നം? ആ സ്ത്രീ എൻ്റെ തലക്കടിച്ചിട്ട് മാലയൊക്കെ കൊണ്ടുപോയി. ഈശ്വര, കൃപയ്ക്ക് 10 ലക്ഷത്തിൻ്റെ നെക്ലേസൊക്കെ മേടിച്ചു കൊടുത്ത്. ഈശ്വര ഞാനൊന്ന് പോയി നോക്കട്ടെ. എൻ്റെ മാല റൂമിൽ ഉരിച്ചിട്ട്. അമ്മേ അമ്മേ, കൃപയുടെ സ്വർണ്ണമൊക്കെ പോയി. ബൈജു മേടിച്ച എൻ്റെ 2 പവൻ്റെ മാല പോയി. എൻ്റെ 2 പവൻ്റെ മാലയും പോയി. ബൈജു കൃപയ്ക്ക് മേടിച്ചു കൊടുത്ത 10 ലക്ഷത്തിൻ്റെ ഡയമണ്ട് മാലയും പോയി. താൻ വേഗ ബൈജുവിനെ ഫോൺ വിളിച്ച് പറയൂ. ബൈജു ഒരു നാടോടിസ്ത്രീ ഞങ്ങളെ ആക്രമിച്ചിട്ട് മൊത്തം സ്വർണവും കൊണ്ടുപോയി. കൃപയുടെ 10 ലക്ഷത്തിൻ്റെ ഡയമണ്ടാ പോയത്. വേഗം വാ. എന്താ പറ്റിയേ? എല്ലാ സ്വർണവും പോയി. വേഗം പോലീസിനെ വിളിക്കൽ. പോലീസിനെ ഞാൻ വിളിക്കാം. ആ കൃപയല്ലേ കുട്ടി, ഒരു നാടോടി സ്ത്രീ വന്നിട്ട് നമ്മുടെ പണ്ടങ്ങൾ മൊത്തം മോഷ്ടിച്ചു കൊണ്ടുപോയി. പാവം ബൈജേട്ടൻ കഷ്ടപ്പെട്ട് നിനക്കുണ്ടാക്കിയ 10 ലക്ഷത്തിൻ്റെ മാലയും പോയി. കുട്ടി ഇങ്ങനെ കരയല്ലേ, പോലീസിൽ വിവരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പോലീസിൽ നിന്ന് വല്ല വിവരവും കിട്ടിയോ? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാന്നാ പറയണേ. നീ ഞങ്ങൾക്ക് മേടിച്ച മാലയും കൃപയ്ക്ക് 10 ലക്ഷത്തിൻ്റെ മാല മേടിച്ചതും ഒക്കെയാണ് പോയത്. എനിക്ക് ടെൻഷനാണ്. നിങ്ങളടുത്ത് തന്നെയാണ് തെറ്റ്. എന്തിനാ സ്ത്രീയെ നിങ്ങളിവിടെ കയറ്റി പിടിച്ചിരുത്തിയത്? നിങ്ങളെ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് 10 ലക്ഷത്തിൻ്റെ മാല കൃപയ്ക്ക് മേടിച്ചേ. നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ സ്വർണം മേടിച്ചു തന്നു. ഒക്കെ പോയില്ലേ, അനുഭവിക്കന്നെ. ഇതെന്താ ഒരു പെട്ടി പെട്ടിരിക്കണേ? ഇതാ പുറത്തുനിന്നൊരു പെട്ടി കിട്ടിയതാ. വെട്ടിയോ? ദേ എൻ്റെ പോയ മാല, കൃപയുടെ നെക്ലേസും ഉണ്ട്, വല്യേട്ടറിയുണ്ട്, എല്ലാ പണ്ടങ്ങളും കിട്ടിയിരിക്കണു. ഇതാരെവിടെ കൊണ്ടുവച്ചത്? അതിലൊരു എഴുത്തുണ്ടല്ലോ, ഇതൊന്ന് വായിച്ചു നോക്കൂ. ഞാൻ ഇന്നലെ അവിടുന്ന് മോഷ്ടിച്ച സ്വർണം ഇവിടെ വെച്ചിട്ട് പോകുന്നു. എന്നാലും എൻ്റെ അമ്മേ, ഇതെല്ലാം മുക്കുപണ്ടമായിരുന്നല്ലോ. അയ്യോ, അപ്പോൾ കൃപയുടെ ഡയമണ്ട് നെക്ലേസ് മുക്കുപണ്ടായിരുന്നോ? കൃപേന്റെ മാത്രമല്ല, നിങ്ങളിത് മുക്കുകൊണ്ടായിരുന്നോ? അപ്പൊ ബൈജു കൃപേനെയും പറ്റിച്ചു, നിങ്ങളെയും പറ്റിച്ചു, ആ നാടോടി സ്ത്രീനെയും പറ്റിച്ചു. എനിക്ക് വയ്യ. ഹലോ കൃപയല്ലേ? നമ്മുടെ പോയ പണ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പണ്ടവും ഞാൻ സേഫാക്കിയിട്ട് എടുത്തു വയ്ക്കാം. കുട്ടി ഇനി കരയൊന്നും വേണ്ട കേട്ടോ. എന്നാലും എൻ്റെ അമ്മേ, ആ സ്വർണം ഇതുവരെ പോലീസുകാർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആ, പോയ സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. പോയ സ്വർണം കിട്ടിയോ? കൃപയുടെ നെക്ലേസ്, അമ്മയുടെ മാല. മാല മാത്രമല്ല, ഒരു ലെറ്റർ കൂടി ഉണ്ട്. നീ ഒന്ന് വായിച്ചു നോക്ക്. ലെറ്ററോ? ഞാൻ ഇന്നലെ അവിടുന്ന് മോഷ്ടിച്ച സ്വർണം ഇവിടെ വെച്ചിട്ട് പോകുന്നു. എന്നാലും എൻ്റെ അമ്മ, ഇതെല്ലാം മുക്കുപണ്ടമാണല്ലോ. അല്ല, ഇതിപ്പോൾ മുക്കുപണ്ടാവണ്ടല്ലേ നമുക്ക് തിരിച്ചു കിട്ടിയത്. ഇതിപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഡയമണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുമോ? അമ്മ ഇപ്പോൾ ഇത് സ്വർണ്ണാച്ചിട്ടായിട്ട് ഉപയോഗിച്ചോളൂ. ഇനി ഇത് കൃപേനോടൊന്നും പറയാൻ നിൽക്കണ്ട, അമ്മമ്മേനോടും പറയാൻ നിൽക്കണ്ട. ഇത് സ്വർണ്ണമായിട്ട് വിചാരിച്ചായിട്ട് ഉപയോഗിച്ചോളൂ. അല്ല അച്ഛാ? നിങ്ങളെ എല്ലാം നൈസായിട്ട് പറ്റിച്ചു. അവൻ പഠിച്ച കള്ളനാ. ഇതാ വല്യേട്ടറെ 2 പവൻ്റെ മാല. അയ്യോ, എൻ്റെ മാല കിട്ടിയോ? എല്ലാവരുടെയും കിട്ടി. എങ്ങനെയാ കിട്ടിയേ? എടുത്തുകൊണ്ടുപോയി ആ സ്ത്രീ സ്വർണ്ണമൊക്കെ ഒരു പെട്ടിയിലാക്കിയിട്ട് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എൻ്റെ മാല പോയാലും കുഴപ്പമില്ല, കൃപയുടെ വില കൂടിയ മാല കിട്ടിയല്ലോ. പാവം ആ സ്ത്രീ എടുത്തു കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടു തന്നൂലോ. ശരിയാ, എല്ലാവരും വളരെ പാവാണ്. എടുത്തി ആ 2 പവൻ്റെ മാല ഇനി അളമാറി കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെച്ചോളൂ.
നീ മേടിച്ച് തന്ന മാല നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഈ മാല വിറ്റിട്ട് നിൻ്റെ ഭാര്യയ്ക്ക് 2 പവൻ്റെ വള എടുത്തു കൊടുക്ക്. നാടോടി സ്ത്രീ അറസ്റ്റിൽ. വീടിന് പുറത്തേക്കിറങ്ങുന്ന വയസ്സായ സ്ത്രീകളെ മയക്കുമരുന്ന് സ്പ്രേ ചെയ്ത് വീഴ്ത്തി അവരെ സഹായിക്കാനെന്ന വ്യാജേന അവരുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി മോഷണം നടത്തുന്ന നാടോടി സ്ത്രീ അറസ്റ്റിൽ. ഇത് ഇവിടെ വന്ന സ്ത്രീ തന്നെ.